പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ ഇഡ്ഡലി, ദോശ, വെള്ളയപ്പം ഇതിനുള്ള ചെറിയൊരു കറിയാണ്. അത് ഒരു 10 മിനിറ്റിൽ വേഗം ചെയ്ത് തീർക്കാം. എളുപ്പ പണിയാണത്, പക്ഷെ ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ടാവും. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു ഇഡ്ഡലിക്ക് വേണ്ട നല്ല നല്ല ചട്നികൾ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ചെയ്ത് വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇഡ്ഡലി കറി, ഇതിന് തമിഴ്നാട്ടിൽ ഇഡ്ഡലി സാമ്പാർ എന്നാ പറയുക. അപ്പോൾ ഇഡ്ഡലി സാമ്പാറിന് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് സാമ്പാറിന് പരിപ്പ് എടുക്കുന്നുണ്ട്. ഇഡ്ഡലി സാമ്പാറിന് ഇതിലൊരു ഗ്ലാസ്, ഇത്ര മതി, ഒരു ഗ്ലാസ് സാമ്പാർ പരിപ്പാണ് ഇത്. കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് ആദ്യം നമുക്ക് സാമ്പാറിന് എങ്ങനെ നമ്മൾ ആദ്യം കുക്കറിലിട്ട് വേവിക്കില്ലേ, അതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് എത്ര നേരം കുതിർത്തു? ഇത് ഒരു 6 മണിക്കൂർ കുതിർത്തു, അത്രയേ ഉള്ളൂ. പരിപ്പൊക്കെ വേഗം കുതിർന്നു വരും, സാമ്പാർ പരിപ്പൊക്കെ. അല്ലെങ്കിൽ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ കുതിർത്തില്ലെങ്കിൽ കുറച്ച് നേരം വെക്കേണ്ടി വരും. ഇതാണെങ്കിൽ പെട്ടെന്നാവും. നമുക്കിത് ആദ്യം വേവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പരിപ്പ് വേവിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ ഇടാം. ഞാൻ കാണിച്ചു തരാം. പരിപ്പ് വേവണ മുമ്പ് നമ്മൾ ഇതൊക്കെ ഒന്നിച്ച് ഇട്ട് കഴിഞ്ഞാൽ പരിപ്പ് പെട്ടെന്ന് വേവില്ല. തക്കാളിയൊക്കെ പുളിയുള്ളതല്ലേ, പരിപ്പിൻ്റെ ഒപ്പം നമ്മളിടാം. അപ്പോൾ പരിപ്പ് തനിച്ച് വേവിക്കണം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ അതിൽ ചേർത്ത് പിന്നെയും കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വിട്ടാൽ മതി, പെട്ടെന്നാവും. അപ്പോൾ നമ്മൾ ഇഡ്ഡലി സാമ്പാറിന് പരിപ്പ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കർ തുറക്കാൻ പോവുക. ഇനിയാണ് നമുക്ക് മെയിനായ സാധനങ്ങൾ ഇടാനുള്ളത്. കാണിച്ചു തരാം ഞാൻ. വെന്തിട്ടുണ്ട്. വേവായിട്ടുണ്ട്. ഇങ്ങനെ വെന്താൽ മതി. അപ്പം ഈ ഒരു ഗ്ലാസ് പരിപ്പാണ് നമ്മളിത് ഇട്ടത് സാമ്പാറിന്. അതിന് വേണ്ട സാധനങ്ങളാണ് ചുവന്നുള്ളി, 3 പച്ചമുളക്, 1 ഉരുളക്കിഴങ്ങ്, 1 തക്കാളി, കുറച്ച് മല്ലിയില, അത്ര മാത്രം മതി. പിന്നെ തേങ്ങ ഇച്ചിരി വേണം, ഞാനത് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാം. പിന്നെ ചിലര് ഒന്ന് ചോദിക്കാറുണ്ട് എത്ര മിനിറ്റ് വേവിച്ചു എന്നൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ കുക്കറിനും ഓരോ ടൈമിംഗ് ആണ് വരിക. അപ്പം ഞങ്ങളുടെ കുക്കറിന് അത്ര സമയം എടുക്കാറില്ല, പക്ഷെ ചില കുക്കറിന് സമയം എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമുക്ക് അതിലൊന്നും കൃത്യസമയം പറയാൻ പറ്റില്ല അല്ലേ അമ്മ? ഇതൊക്കെ ഒന്ന് ഉടയണം, അത്രമാത്രം വേവിച്ചാൽ മതി. എങ്ങനെ ഇതൊന്നും 3 വിസിൽ വെച്ചാൽ മതിയാവുന്ന തോന്നുന്നു. ചില കുക്കറിലൊക്കെ, അധികം കുക്കറിലും ഈ സംഭവം ഒന്ന് ഉടയണമല്ലോ. ഇഡ്ഡലി സാമ്പാർ എന്ന് പറയുമ്പോൾ നമ്മൾ ചോറിന് പോലെ അല്ലല്ലോ ഇത്, ഉടയണമെന്ന്. ഉടഞ്ഞാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, സാമ്പാറിനുള്ള ടേസ്റ്റ്. ഇതിന് നമ്മൾ ഈ സാമ്പാറിന് മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ഇടാറില്ല. ഇങ്ങനത്തെ ടിഫൻ സാമ്പാറാണ്. ശരിക്കും തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞ പോലെ അവിടെ ഭയങ്കര ഫേമസായ സാമ്പാറാണ് അത്. എല്ലാ ഹോട്ടലിലും കിട്ടുന്ന സാമ്പാറാണ് ടിഫൻ സാമ്പാർ. അതിന് ഇത് മാത്രം ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. ഈ ടിന്ന് തുറന്നറിയാം ബഹളം ഉണ്ടാക്കും. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ഇടാത്ത കാരണം കളർ കുറച്ച് വേണം. അതിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ ഇടുക. വേറെ കളറൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണത് തേങ്ങ മാത്രം അരച്ച് ഇതിൽ ഒഴിക്കുമ്പോൾ ഒരു വൈറ്റ് കളറായി പോകും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതൽ ഇടണം.
ഇപ്പം ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ അത്ര വെച്ചാൽ മാത്രം മതി. കൂടുതലും കുഴയണമെന്നൊന്നുമില്ല. അതേപോലെ ഉടയാതിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ഞാൻ കാണിച്ചു തരാം. മീഡിയം സൈസിൽ ഇങ്ങനെ ഉടഞ്ഞാൽ മതി നമുക്ക്. അതാ തേങ്ങ വേണം നമുക്ക് ഇതിന്. ഇനിയിപ്പോൾ അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പാത്രം, ചെറിയൊരു പാത്രത്തിൽ ഒരു പാത്രം തേങ്ങ, ജീരകം വന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മതി. ഇതാ ജീരകം, ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അരച്ച് കഴിഞ്ഞ് എന്താ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ അരയ്ക്കുക. കൂടുതൽ നൈസാവണമെന്നില്ല. ഇതാ ഈ പരുവത്തിൽ ഇങ്ങനെ അരച്ചെടുക്കുക. നല്ല നൈസായി പോയാൽ അതേപോലെ തന്നെ പരിപ്പും നമ്മളിട്ട വെജിറ്റബിളും തേങ്ങയും എല്ലാം നല്ല നൈസിൽ അരയ്ക്കാൻ പാടില്ല. അങ്ങനെ നൈസിൽ ചെയ്യാൻ പാടില്ല. വേവിക്കണതും നൈസാവാൻ പാടില്ല, അരയ്ക്കണതും നല്ല നൈസാവാൻ പാടില്ല. ഒക്കെ ഇതാ ഇങ്ങനെ പാകത്തിന് മാത്രം. എന്താണെന്നറിയോ, സാമ്പാർ നമ്മൾ ഒഴിച്ച് കഴിക്കുമ്പോൾ വഴുവഴുപ്പ് കൊടുക്കും. അത് കാരണമാണ് നൈസിൽ. പരിപ്പും നല്ല കുഴഞ്ഞ് വേവാൻ പാടില്ല, ഒന്ന് വേകണം, അത്രയേ ഉള്ളൂ. തേങ്ങ അതുപോലെ തന്നെ വെജിറ്റബിൾ അതുപോലെ തന്നെ. ഈ സാമ്പാറിന് ഒരു ടേസ്റ്റ് വേറെ ആയി പോകും, വഴുവഴുപ്പ് കൊടുക്കും. അപ്പം നമുക്ക് വെജിറ്റബിളൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൻ്റെ ഉള്ളിൽ. അപ്പം അത് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം. ഇതാ കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ വേണം. ഒന്ന് ഇങ്ങനെ കറണ്ടി കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇത്രയേ വേവാൻ പാടും. ഇപ്പം ഇതിലാണ് നമ്മൾ തേങ്ങ ഒഴിച്ചിട്ട്, പിന്നെ പണിയൊന്നുമില്ല. ഇതിൽ തേങ്ങ ഒഴിക്കുക, തിളപ്പിക്കുക, കടുക് വറുത്തിട്ട്, അത്രയേ ഉള്ളൂ. തേങ്ങ അരച്ചത് നമുക്ക് ഒഴിക്കാം. വെള്ളം പോലെ വേണമെങ്കിൽ അതുപോലെ നമുക്ക് ആക്കിയെടുത്താൽ മതി. ചിലവർക്ക് കട്ടിയായിട്ട് വേണമെന്ന് വിചാരിക്കും, അതായിരിക്കും അവർക്ക് ഒരു ടേസ്റ്റ്. എങ്ങനെ നമുക്ക് ആവശ്യമോ അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ ആക്കിയെടുത്താൽ മതി. നമുക്ക് ഇത്ര വെള്ളം വേണമെന്നൊന്നുമില്ല ഇതിൽ കണക്ക്. നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലിനി ഒന്നുമില്ല, കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിച്ച് എടുത്താൽ മതി. ഒരു സ്പൂൺ ഉപ്പിട്ടാൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് എത്രയെന്ന് വെച്ചാൽ പിന്നെ ഇട്ടാൽ മതി. ഒരു തിളച്ചാൽ മതി. കുറേ നേരം തിളയ്ക്കണമെന്നൊന്നുമില്ല. ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല മണം. ഇത് ടിഫൻ സാമ്പാറിന് ഒരു പ്രത്യേക മണമുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വെക്കണ സാമ്പാർ പോലെയല്ല, ടിഫൻ സാമ്പാറിന് ഒരു സ്മെല്ലുണ്ട്. ചൂടോടെ ഒഴിച്ച് കഴിക്കാണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ്. അതിന് കടുക് വറക്കാം. വെളിച്ചെണ്ണയാണേ. വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ ഒഴിച്ചാൽ മതി. ഞാനൊന്ന് വെറുതെ ജഗ്ഗിൽ ഒഴിച്ചു എന്ന് മാത്രം. കടുക് നമുക്കിതാ 1 സ്പൂണ് ഇട്ടാൽ മതി. കടുക് നല്ല പൊട്ടിയ ശേഷം ഉണക്കമുളക് ഒരു 2 എണ്ണം, വറ്റൽ മുളകാണ്. വറ്റൽ മുളക് 2 എണ്ണം, കുറച്ച് കരിവേപ്പിലയും മല്ലിയില ഇച്ചിരി. കടുക് പൊട്ടിയ ശേഷം ഉണക്കമുളക് ഇടുക. പിന്നെ കരിവേപ്പില,
ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. കറിവേപ്പില ഒന്ന് നല്ല ഒന്ന് എണ്ണയിൽ പൊരിഞ്ഞ് വരണം. നല്ല ഫ്രഷ് കറിവേപ്പിലായിരിക്കണേ, എന്നാലേ നല്ല മണം ഉണ്ടാവും. കഴിഞ്ഞു. ഇതാ അങ്ങനെ ചൂടോട് തന്നെ ഇതിൽ ഒഴിക്കുക കറിയിൽ. പിന്നെ ഫൈനലായിട്ടാണ് നമ്മൾ ഈ മല്ലിച്ചപ്പ് ഇടാൻ പോകും. സൂപ്പർ ടേസ്റ്റാണ്. ഇഡ്ഡലി സാമ്പാറിന് മെയിൻ മല്ലിച്ചപ്പ് വേണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളിയായിരിക്കും. കഴിഞ്ഞു. ഇനി മനു കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് അവൻ പറയും. മനു, അമ്മ വെച്ച ഇഡ്ഡലി സാമ്പാർ എങ്ങനെയുണ്ട് നോക്കുവന്നെ? ടിഫൻ സാമ്പാർ. ടിഫൻ സാമ്പാർ തമിഴ്നാട് സ്റ്റൈൽ. പിന്നെ കഴിച്ചു നോക്ക്. നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയുണ്ട്. ഇത് ഇഡ്ഡലിക്ക് ദോശക്ക് എല്ലാത്തിനും കഴിക്കാം. നല്ല സ്മെല്ലുണ്ട് അല്ലേ? പിന്നെ സൂപ്പറായിട്ടുണ്ട്. ഒരു പ്രത്യേക സ്മെല്ലാണ്. പ്ലേറ്റിൽ ഇഡ്ഡലിയേക്കാളും കൂടുതൽ സാമ്പാറാണ്. പക്ഷെ ഇങ്ങനെ കഴിക്കേണ്ടത് കണ്ടാ. മനു, ഇഡ്ഡലിക്ക് മാത്രല്ല ദോശ, വെള്ളയപ്പം മൂന്നിനും നല്ല മാച്ചിങ് ആയിരിക്കും. സൂപ്പറായിട്ടുണ്ട്. പിന്നെ പറഞ്ഞോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.